ഹായ്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. റൂമിൽ നിന്ന് ഫ്രസ്ട്രേറ്റും സ്ട്രെസ്സൊക്കെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞവരോടൊന്ന് പുറത്തിറങ്ങി നടക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്ത ബാംഗ്ലൂരിൽ വേറെ സൈഡുണ്ട് ഗൈസ്. ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പം എല്ലാവരുടെ മനസ്സിൽ വരുന്ന പബ്ബ്, ടൗൺ ഏരിയ, മാർക്കറ്റ്സ് അങ്ങനെയൊക്കെ ഇല്ലേ. നിങ്ങൾ കാണാത്ത വേറൊരു സൈഡുണ്ട് ബാംഗ്ലൂർ. അതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഒരു ഏരിയ ഭയങ്കര പീസ്ഫുൾ ഏരിയ കേട്ടോ. കാരണം അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വണ്ടികളോ ബഹളങ്ങളൊന്നുമില്ല. എന്നിട്ട് ആ ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, നമ്മൾ ഈ പോണ്ടിച്ചേരി ഭാഗത്തുള്ള ഇങ്ങനത്തെ ടൈപ്പ് ബിൽഡിംഗ് കാണുന്നത്. എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര രസം, കുറേ മരങ്ങളും പച്ചപ്പും ഹരിതവും നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ. പിന്നെ ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട്. പിന്നെ എനിക്ക് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇവിടെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ സമയമൊന്നും അറിയത്തില്ല. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം ഈ വില്ലാസ്, അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇങ്ങനെ കുറേ ബുഗൺവില്ലാസൊക്കെ ഇങ്ങനെ പൂത്തിക്കുന്നുണ്ടോ, അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്കിത് കാണുമ്പോൾ മൈൻഡൊക്കെ ഭയങ്കര പീസ്ഫുൾ ആവട്ടോ, കുറച്ചൊന്ന് ഹാപ്പി ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ അടുത്ത് ഓർഗാനിക് ഷോപ്പ് ഉണ്ട്. ഇവിടെ എല്ലാം സാധനം ഓർഗാനിക് ആട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ ഞങ്ങൾ വീണ്ടും പഴയ ആചാരം സ്റ്റാർട്ട് ചെയ്ത് എഴുത്ത്. ഇത് നിൽക്കത്തെ ഗൈസ്, കാരണം ഇത് കുറേ എഴുതാനുണ്ട്. ഒരു 30 റെക്കോർഡ്സ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ 30 റെക്കോർഡ് ഇതൊക്കെ ചുമ്മാതാണോ? ഒന്നല്ല ഗൈസ്, ഒരു ലോഡ് എഴുതാനുണ്ട്, കാണുന്നതല്ല കേട്ടോ. ഇതിൽ മടുത്തിട്ട് ചുമ്മാ ജനലിൽ കൂടെ നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്. ആരൊക്കെയോ പടക്കം പൊട്ടിക്കുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത്. അപ്പം ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് എനിക്ക് പടക്കം ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മെസ്സിൽ പോവാണ് ഫുഡ് കഴിക്കാനായിട്ട്. വൈകിട്ട് അടിപൊളി ഫുഡാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് മെസ് ഫുഡിൽ കേട്ടോ. ഇങ്ങനെ റൈസും ചിക്കൻ ഫ്രൈയും സാലഡായിരുന്നു. അതൊക്കെ കൂട്ടി വെച്ചാൽ നേരെ ഹോസ്റ്റലിൽ കയറി. ഓക്കെ ബൈ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്.